blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസത്തെ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തിക്കായി, കുടുംബത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വെൽ വിഷർ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുവാൻ തനിക്ക് ആഗ്രഹമില്ല. എങ്കിലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, തൻ്റെ ആ ഡയബറ്റീസ് സൗഖ്യമാകട്ടെ, ഹാർട്ട് പ്രോബ്ലം സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വൈഫിനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. മകൾക്കും ഭർത്താവിനുമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് ഞാൻ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡയബറ്റീസ് സൗഖ്യമാകട്ടെ. മെൻ്റൽ ഡിപ്രഷൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും വലിയ വിടുതൽ കർത്താവെ നൽകുന്നതിനായി നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിലും യേശു ചെയ്ത ഒത്തിരി ഹീലിങ്സിൻ്റെയും മിറക്കിൾസിൻ്റെയും സാക്ഷ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ സാക്ഷ്യവും ഒരു സന്ദേശമാണ്. പ്രത്യേകിച്ച് ഒരു വലിയ പ്രസംഗം നിങ്ങൾ കേട്ടില്ലെങ്കിൽ പോലും ഇതിലെ ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് പറയുന്ന ചില സന്ദേശങ്ങളുണ്ട്. അത് സ്വീകരിക്കുക. മാത്രമല്ല, അതിലെ ഏറ്റവും പ്രധാന സന്ദേശം ഇതാണ്: അനേകർക്ക് വേണ്ടി യേശു ചെയ്തെങ്കിൽ എനിക്ക് വേണ്ടിയും അവൻ ചെയ്യും. ആ ഒരു വലിയ വിശ്വാസത്തിലേക്ക് ഇത് മുഖാന്തരം വരട്ടെ. ഡോംബിവിലിയിൽ, മുംബൈയിൽ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഒരു സഹോദരി വന്നു പറഞ്ഞ അത്ഭുതകരമായൊരു സാക്ഷ്യം, അതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലൊരു വലിയ വിശ്വാസം അകത്ത് ഉണ്ടാകട്ടെ. ഈ സഹോദരിയുടെ പേര് ആൻസി ലൂയിസ് എന്നാണ്. ഈ സഹോദരി പറയുന്നത്, ഏതാണ്ട് ഇവർക്ക് ശരിക്കും കറക്റ്റ് കണക്ക് ഓർമ്മയില്ല, എന്നാലും ഏതാണ്ട് ഒരു 5-6 വർഷമായിട്ട് ബ്ലീഡിങ്ങിന്റെ പ്രശ്നമായിരുന്നു. ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെയും ഇവർക്ക് ജോലി ചെയ്യാൻ പോകണമായിരുന്നു. അങ്ങനെ ഇവർ ജോലിക്കെല്ലാം പോയിക്കൊണ്ടിരുന്നു. പക്ഷേ മാസത്തിലെ എല്ലാ ദിവസവും തന്നെ ഏതാണ്ട് ഇവർക്ക് ബ്ലീഡിങ് തന്നെയാണ്. മരുന്നുകൾ കഴിക്കാൻ പോലും ഇവർക്ക് നേരമില്ലായിരുന്നു. അപ്പോൾ അതൊരു ഡോൺ കെയർ ആയിട്ട് തന്നെ കരുതിയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ, ഈ 2012 ഇവർക്ക് ഈ അസുഖം വല്ലാതെ കലശലായി തീർന്നു. എന്ന് മാത്രമല്ല, സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നടന്ന കാര്യം എന്നുള്ളത്, ഇവരുടെ അസുഖം വല്ലാതെ കലശലാവുകയും ഉടനടി ഇവര് ഡോക്ടേഴ്സിനെ കാണാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ആദ്യമേ തന്നെ സ്കാനിന് വേണ്ടിയിട്ട് അയച്ചു. സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ കണ്ടെത്തിയത് ഇവർക്ക് എൻട്രോമെട്രി യൂട്രസിനകത്തുണ്ട്. എൻട്രോമെട്രി എന്ന് വെച്ചാൽ യൂട്രസിൽ നാരുകൾ പോലെ ഉള്ള ചില കാര്യങ്ങൾ വളരുന്നതാണ്. യൂട്രസ് മുഴുവൻ, അതിനകം മുഴുവൻ നിറഞ്ഞു പൊതിഞ്ഞ്, ഫുൾ ഓഫ് എൻഡോമെട്രീസ്, അത്രത്തോളം നിറഞ്ഞാണ് നിൽക്കുന്നത്. ഇവരൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സീരിയസ്നെസ്, അതിന്റെ ഭവിഷ്യത്തുകൾ നന്നായിട്ട് ഈ സഹോദരിക്ക് അറിയാമായിരുന്നു. ഡോക്ടേഴ്സ് ഉറപ്പായിട്ടും പറഞ്ഞു, 98% നിങ്ങളുടെ ശരീരത്തെ യൂട്രസിനകത്ത് ക്യാൻസറസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല. ഹസ്ബൻഡിനെ വിളിച്ചിട്ടാണ് പലതും അവർ വിളിച്ചു പറയുകയൊക്കെ ചെയ്തത്. ഇവർക്ക് കാര്യമായി ഡീറ്റെയിൽസ് ഇല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ആ സമയത്ത് അഭിമുഖീകരിച്ചിരുന്നത്. ഇവർക്ക് അത്രത്തോളം എല്ലാം പറയാനായിട്ട് അറിയില്ല. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവരുടെ യൂട്രസ് നിർബന്ധമായിട്ടും റിമൂവ് ചെയ്യണം. അങ്ങനെ
ഇവർക്ക് ക്യാൻസറസിനുള്ള എല്ലാ സാധ്യതയുണ്ട്, യൂട്രസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു ടാറ്റ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററാണിത്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗ്രേറ്റർ മുംബൈ എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാത്തോളജി നൽകിയിട്ടുള്ള ഒരു ലെറ്ററാണിത്. ഇവരുടെ യൂട്രസ് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എടുത്തു മാറ്റുകയുമുണ്ടായിരുന്നു. അതിനുശേഷം യൂട്രസ് അവര് ബയോപ്സിക്ക് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഭാഗം അയക്കുകയാണ് ഉണ്ടായത്. 98% ക്യാൻസർ ആണ് പറഞ്ഞപ്പോൾ മാനസികമായി വല്ലാത്ത വേദനയോട് ഇവിടെ ആയിരുന്നു. ഇവരുടെ ഒരു അനിയത്തി എലിസബത്ത് ജോൺ ആലപ്പുഴയിലുണ്ട്. അവര് അവിടെ വെച്ചിട്ട് ഈ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിന്റെ പ്രെയർ ലൈനിൽ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൂടാതെ ഈ സഹോദരിയും പ്രെയർ ലൈനിലേക്ക് വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജാനുവരി മാസത്തിൽ നടന്ന അത്ഭുതം എന്നുള്ളത്, ജനുവരി 2-ാം തീയതി ഇവർ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കാണുമ്പോൾ ഇവരുടെ യൂട്രസ് അന്നേരം ശരീരത്തിലില്ല, ക്യാൻസർ ആണെന്ന് എല്ലാവരും പറഞ്ഞ് ഡോക്ടേഴ്സും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. ആ സമയത്ത് ബ്രദർ ഡാമിയൻ ടിവിയിലൂടെ ഇങ്ങനെ അനൗൺസ് ചെയ്തു, വയറ്റിൽ ക്യാൻസർ ഉള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവര് റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഇവർ വിശ്വാസം ഉൾക്കൊണ്ട് അപ്പോൾ തന്നെ പ്രെയർ ലൈനിലേക്ക് വിളിച്ചു പറഞ്ഞു. അവര് പറഞ്ഞു, പ്രെയർ ലൈനിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകർ പറഞ്ഞു, നിങ്ങളുടെ വയറിനെ യേശുവിന്റെ രക്തത്താൽ അവൻ കഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പോയി റിപ്പോർട്ട് വാങ്ങിച്ച സമയത്ത് ആ റിപ്പോർട്ടിൽ ഇവരുടെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല, പൂർണ്ണമായും ഇത് സൗഖ്യമായിരിക്കുന്നെന്ന റിപ്പോർട്ടുമായിട്ടാണ് ഈ സഹോദരി വന്നിരിക്കുന്നത്. 2 റിപ്പോർട്ടുണ്ട്. ഒന്ന് ഈ ശരീരത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതും, 2 പ്രശ്നങ്ങളില്ലാതെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. ഒന്നിൽ ക്യാൻസർ, മറ്റതിൽ ക്യാൻസർ ഇല്ല. 2 റിപ്പോർട്ടുകൾക്കിടയിൽ യേശുവിൻ്റെ കരം പ്രവർത്തിച്ചു. പാട്ട് പാടിക്കോട്ടെ, യേശുവിൻ്റെ 2 പടി പാട്ട് പാടിക്കോട്ടെ. യേശുവേ അങ്ങേ കാണും മുൻപ് അന്ധനായിരു ഞാൻ, നിൻ തിരുവചനം കേൾക്കും മുൻപ് ബധിരനായിരും ഞാൻ. കൈകൾ അടിച്ച യേശുവിന് നന്ദി പറയാം. കർത്താവ് ഈ സഹോദരിയെ സൗഖ്യമാക്കിയ കരങ്ങൾക്കായി നന്ദി പറയുന്നു. ഇപ്പോൾ എല്ലാവരും ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കാമോ? ഈ സഹോദരിയെ സൗഖ്യമാക്കിയ ഒന്ന് ആലോചിച്ച് നോക്കാമോ? ആ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്നായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഈ പാട്ട് പാടുമോ? ഒരുപക്ഷെ നിങ്ങൾക്കൊരു സർജറി വേണമെന്നോ അല്ലെങ്കിൽ മാരകമായ രോഗമുണ്ടെന്നൊക്കെ റിപ്പോർട്ട് വന്ന് കാണാം. എന്നാൽ കൈകൾ ഉയർത്തി ഇതേ യേശുവിനെ, ഇവൾ പാടിയ, ഇവൾ പ്രാർത്ഥിച്ച അതേ യേശുവിനെ ഒന്ന് വിളിക്കാൻ തുടങ്ങാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗിക്ക്, നിങ്ങളുടെ വീട്ടിൽ രോഗിയായിരിക്കുന്നവർക്ക് വേണ്ടി ഈ സമയത്ത് ഉള്ളുരുകി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ് ഈ സഹോദരിയെ സൗഖ്യമാക്കിയ അതേ യേശുവിൻ്റെ കരം, ശക്തി ഇപ്പോൾ വിടുതലുകളായി ഈ വ്യക്തികളിൽ, ശരീരങ്ങളിൽ, ഭവനങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ രോഗസൗഖ്യത്തിൻ്റെ തിരമാലകൾ തന്നെ കർത്താവെ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ്. വ്യക്തിപരമായി എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ, ഇതുവരെയുള്ള ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ള നിരവധിയായ മിറക്കിൾസ്, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, കണ്ണുനീരേശു തുടച്ചു മാറ്റുന്നത്, വിലാപ ഭവനങ്ങളിൽ സന്തോഷത്തിൻ്റെ നൃത്തം യേശു കർത്താവ് നൽകിയത്, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ കുടുംബങ്ങളിൽ അതിൽ നിന്നും കർത്താവ് വരെ കരകയറ്റിയത്, ഇങ്ങനെ എണ്ണിക്കൂടാനാവാത്ത അത്രയും റിപ്പോർട്ടുകൾ, അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പ്രൈസ് റിപ്പോർട്ടുകൾ ഇമെയിലുകളിലൂടെ, കത്തുകളിലൂടെ, ടെലഫോണിലൂടെ ഒക്കെ ഒത്തിരി 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 കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവ എണ്ണിക്കൂടാനാവാത്ത രീതിയിൽ അസംഖ്യമാണ്. കടൽ തീരത്തെ മണൽത്തരി പോലെ നമുക്കൊരിക്കലും എണ്ണാൻ സാധിക്കില്ല. അത്രയും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവവുമായി നമ്മളെ തന്നെ ബന്ധപ്പെടുത്തുവാൻ നമുക്ക് ആവശ്യമുള്ളത് വിശ്വാസം മാത്രമാണ്. പൈസയല്ല, വിദ്യാഭ്യാസമല്ല, ഇതൊന്നുമല്ല, വിശ്വാസമാണ്. ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും.
അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ തന്നെ സ്റ്റേ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നമ്മളെ തേടിയെത്തും. വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ. ഇറ്റ്സ് സോ സിമ്പിൾ. ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ. അടുത്ത ഒരു മിറക്കിൾ, അടുത്തൊരു സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോഴും കൂടുതൽ കൂടുതൽ വിശ്വസിക്കുക, കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക. ഞാനും അത്ഭുതങ്ങളോട് അടുത്ത് വന്നിരിക്കുകയാണ്. ഈ മകന്റെ പേര് അലക്സ് ടി എബ്രഹാം എന്നാണ്. ഇദ്ദേഹത്തിന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അവസാന ദിവസങ്ങളായപ്പോൾ, അവസാനത്തെ ഒരു 2 ആഴ്ചയോളം ഇദ്ദേഹത്തിന് ഇടത്തെ കാലിൽ വല്ലാതെ നീര് വെക്കാൻ തുടങ്ങി. കാല് നീര് വെച്ച് അത് വലുതാകാനായിട്ട് തുടങ്ങി. എന്താണ് കാരണമെന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന്റെ അടുക്കൽ പോയി. അലോപ്പതി മരുന്നുകൾ പരീക്ഷിച്ചു. പക്ഷെ ഡോക്ടേഴ്സ് ബ്ലഡിനുള്ള ടെസ്റ്റും അതുപോലെ വേറെ പലതും എല്ലാം ചെയ്തു നോക്കിയിട്ടും എന്താണ് കാരണമെന്ന് കണ്ടെത്തിയില്ല. ടെസ്റ്റിലെല്ലാം നോർമൽ ആയിരുന്നു. കാലിങ്ങനെ വലുതായിക്കൊണ്ടിരുന്നു, നീര് വെച്ച് വലുതായിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം ഒരു സ്കൂളിൽ ഒരു സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഗുജറാത്തിൽ ഒരു സ്കൂളിൽ ഒരു സൂപ്പർവൈസറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒത്തിരി പ്രാവശ്യം ആ സ്കൂളിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ഓടി നടക്കാനുള്ളത് കൊണ്ടും ഈ കാലിൽ ഇങ്ങനെ നീര് വെക്കുന്ന വലിയൊരു പ്രശ്നമായിരുന്നു. കാല് എടുത്തെടുത്ത് വെച്ച് വേണമായിരുന്നു നടക്കാനായിട്ട്. നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല തന്റെ ഈ ഷൂക്കകത്ത് തന്റെ കാല് കൊള്ളില്ലായിരുന്നു. അത്രത്തോളം ആ കാല് വലുതായിക്കൊണ്ടേയിരുന്നു. അത്രയും വലിയ തടി ഉള്ള പോലെ ആ കാല് മാറിക്കൊണ്ടിരുന്നു മുഴുവൻ. അത്രത്തോളം ആ കാലം അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ ബ്രദർ ഡാമിയൻ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ ഇങ്ങനെ കാലിൽ നീരുള്ള ഒരു ആൺകുട്ടിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. കാൽമുട്ടുകൾക്ക് നീരുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. വല്ലാതെ നീര് വന്നിരിക്കുന്ന വ്യക്തി. ചിലർക്ക് കാൽമുട്ടിന് താഴേക്ക് മന്ത് പോലെ നീര് വന്നിരിക്കുകയാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവിന് വേണ്ടി ഹൃദയം മുഴുവൻ കൊടുത്ത് ഇപ്പോൾ ആ രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. ഈ സമയത്ത് ഈ മകൻ അവിടെ TV പ്രോഗ്രാം കാണാനില്ലായിരുന്നു. താൻ ഗുജറാത്തിലെ ആ സ്കൂളിൽ ദൂരെ ആയതുകൊണ്ട് അദ്ദേഹം അവിടെയായിരുന്നു. പക്ഷെ തൻ്റെ അമ്മ ഇത് ഈ പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നു. അമ്മ ആ സമയത്ത് ഈ മകന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. നടന്ന അത്ഭുതം എന്നുള്ളത്, വൈകിട്ട് ഈ മകൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, രാവിലെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ നിന്റെ കാര്യം പറഞ്ഞ് ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു, ഞാനും കൂടെ പ്രാർത്ഥിച്ചു. നിന്റെ ഷൂ ഒന്നഴിച്ച കാലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഷൂ തുറന്ന് കാല് നോക്കിയപ്പോൾ കാലില് നീരവിടെ കാണാനേ ഇല്ലെന്നാ പറയുന്നത്. Can you tell the experience? Yeah. I cannot tell. You can't tell now? He's crying. I'll give you time. I'll give you time. No problem. His mother is here. Where is the mother? അമ്മ എവിടെ? അമ്മയും കൂടി ഇങ്ങ് പോരെ. കാരണം ഇങ്ങനെ വിശ്വാസമുള്ള അമ്മയുണ്ടെങ്കിൽ മക്കളൊക്കെ രക്ഷപ്പെടും. പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന അമ്മമാർ ഏത് വീട്ടിലുണ്ടോ മക്കൾ രക്ഷപ്പെട്ടിരിക്കും. എത്ര പേർ ആമേൻ പറയും? ആ അമ്മയെ ഒന്ന് കൈ അടിച്ച് ഇങ്ങോട്ട് വിട്ടെ. ഇപ്പോ കംപ്ലീറ്റ്ലി the whole swelling has gone. whole swelling has gone. ആഹാ. എന്താ പറഞ്ഞ? ഇത് എന്താ റീസൺ എന്ന് പറഞ്ഞ? No reason, nothing. I don't know what's the problem it is. I have to walk here, that school, same thing. I have to walk here and there. My leg was fully swollen like. So doctor told that it will be something filariasis problem, some big problem. So blood test, everything taken, but everything is normal. I don't, no problem, nothing. യേശു കർത്താവ് ഈ നാട്ടിൽ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ഫാമിലീസിനെയും കർത്താവ് സ്നേഹിക്കുന്നു. വിശ്വസിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. അമ്മയുടെ വിശ്വാസം വലുതാ. അതുകൊണ്ടാണ് കർത്താവ് ഈ മോൻ കണ്ടില്ല പ്രോഗ്രാം ഇല്ലേ? അമ്മയാ കണ്ടത്. അമ്മ വിശ്വസിച്ചു. ഞാനും കൊണ്ട് എൻ്റെ നാത്തൂൻ്റെ മോളുണ്ടായിരുന്നു, അവളും കണ്ടായിരുന്നു. ഓക്കെ. അവളും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം വിളിച്ചു, ആൻറ്റി ഇങ്ങനെ കാണുന്നോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കണ്ടോണ്ടിരിക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ആദ്യം ഒരു ദിവസം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. അത് കഴിഞ്ഞു രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, കാലയിൽ ഇങ്ങനെ നീരായിട്ടുള്ള ഒരു കുഞ്ഞിന് സൗഖ്യം വരുന്നത്, ആൾക്കുള്ള സൗഖ്യം വരുന്നത്. ഈ സ്പീച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത്. അതേപോലെ അവന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിന് സംശയം ഫൈലേറിയാസിസ് ആയിരുന്നു, ആയിരിക്കുമെന്നായിരുന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്
ചെയ്തപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇവൻ വരുമ്പോൾ ചോദിക്കും മമ്മി മറ്റേതായിരിക്കുമോ മറ്റേതായിരിക്കും, ഒരു സംശയം. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ആയിരിക്കത്തില്ല, അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഏതായാലും ഞങ്ങളുടെ കൊച്ചിൻ്റെ കാല് സുഖമായി, ജോലിക്ക് പോകുന്നോട്ട് നടക്കാനും പറ്റില്ല. കൈനീട്ടി ഇവരെ അനുഗ്രഹിച്ചാൽ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന, ഈ മോനെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ, ദൈവം കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഭീകരമായ എന്തോ ആണെന്ന് അവർ സംശയിച്ചല്ലോ, എന്നാൽ അതൊന്നുമില്ലാതെ മാറ്റിയതിനായി നന്ദി. ഈ അമ്മയെ അനുഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഈ സാക്ഷ്യം കാണുന്ന സകലരും ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ വിടുതലുകൾ ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങട്ടെ. കഴുത്ത് തിരിക്കാൻ കഴിയാതെ സ്പോണ്ടിലൈറ്റിസ് ഉള്ള വ്യക്തികളെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗ സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് നടക്കട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ഫിസ്റ്റുല എന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഡോംബിവിളിയിൽ തന്നെ കേട്ട മറ്റൊരു സാക്ഷ്യം, ലിജിൽ ദാസ് എന്ന ഒരു യുവാവ് പ്രത്യേക സാഹചര്യത്തിൽ ലിഫ്റ്റിൻ്റെ ഭാഗത്ത് കുടുങ്ങി ഒരു വലിയ ആക്സിഡൻറ്റിൽ തൻ്റെ ജീവൻ തന്നെ പോകേണ്ടതാണ്. എന്നാൽ അവിടെ നിന്ന് യേശു രക്ഷിച്ചു. അതിനുശേഷം ബ്ലെസ്സിംഗ് ടുഡേ കാണുമ്പോൾ തനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം, തനിക്ക് കിട്ടിയ ആ വേദനയുടെ, ആ നടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ദൈവം നൽകിയ വിടുതൽ, അതിൻ്റെ ഒരു സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. അപകടങ്ങൾ സംഭവിച്ച് വീടുകളിൽ വിശ്രമിക്കുന്നവർ, ചലനശേഷി നഷ്ടപ്പെട്ടവർ, ജോലിക്ക് പോകാൻ കഴിയാത്തവർ, ഇവർക്കെല്ലാം ഇതൊരു വലിയ ആശ്വാസമാകട്ടെ, ഒരു പ്രതീക്ഷയാകട്ടെ. ആ സാക്ഷ്യം കേട്ടാൽ. ബ്രദർ, ഈ നിൽക്കുന്ന മകൻ്റെ പേര് ലിജിൽ ദാസ് എന്നാണ്. നമ്മൾക്കറിയാവുന്ന ബ്രദർ പയ്യനാണ്. ഇതെന്താ സംഭവിച്ചു വെച്ചാൽ, ഈ കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി താൻ ജോലി എടുക്കുന്ന സ്ഥലത്തൊന്ന് വീണതാണ്. വീണെന്ന് പറഞ്ഞാൽ സാധാരണ വീഴ്ചയായിരുന്നില്ല. രണ്ടാമത്തെ നിലയിൽ ലിഫ്റ്റ് ഉള്ള സ്ഥലത്ത്, പക്ഷെ ലിഫ്റ്റിന് വെളിയിലുള്ള ഡോറില്ലാത്ത, പക്ഷെ ആ ലിഫ്റ്റ് താഴെ കിടക്കുകയായിരുന്നു. 2 നില താഴെയായിരുന്നു ലിഫ്റ്റ് കിടന്നത്. പക്ഷേ ആ മോളിൽ രണ്ടാമത്തെ നിലയിൽ ഈ മകൻ നടന്നു വരുന്ന വഴിക്ക് അവിടെ ഒരു എണ്ണ എല്ലാം ഉള്ള ഒരു ഫാക്ടറിയാണ്, എണ്ണ ഉൽപ്പാദനത്തിൻ്റെ. അപ്പോൾ അത് കയ്യിൽ നിന്നൊരു ബോട്ടിൽ വീണ് അത് തറയിൽ വീണ് പൊട്ടി അവിടെ എണ്ണ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ മകൻ അത് കണ്ടില്ല. നടന്നു വരുന്ന വഴി ഈ എണ്ണയിൽ ചവിട്ടി ആള് സ്ലിപ്പായിട്ട് 2 നില താഴെ നിന്ന ലിഫ്റ്റിന്റെ മുകളിലേക്ക് വന്ന് വീണു. ഓക്കെ. ലിഫ്റ്റിന്റെ മുകളിലേക്ക് വന്ന് വീണപ്പോൾ വലത്തെ തുട അടിച്ചാണ് വീണത്. ശരിക്കും പറഞ്ഞാൽ ഈ 2 നിലയുടെ മുകളിൽ നിന്ന് ലിഫ്റ്റിന്റെ മുകളിലേക്ക് വീണാൽ തീർച്ചയായും മരിച്ചു പോകേണ്ടതാണ്. പക്ഷെ ദൈവം അങ്ങനെ ഒന്നും സംഭവിപ്പിച്ചില്ല. ആള് വീണു, കാലിന്റെ തുടയിൽ പൊട്ടി. അതിനുശേഷം ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് സ്റ്റീൽ ഇട്ടായിരുന്നു. പക്ഷേ ഈ മകന് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഡോക്ടർ കുറച്ച് നാൾ ഇതിനിടയിലുള്ള സമയത്തെല്ലാം ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു. പക്ഷേ തൻ്റെ കാര്യങ്ങൾക്ക്, അതായത് തൻ്റെ പ്രാഥമിക കാര്യങ്ങൾക്കെല്ലാം പോകുന്നത് വാക്കറിൽ പിടിച്ചിട്ട് വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതുപോലെ വേദനയുള്ള ഒരു സമയം ആയിരുന്നു അത്. അതുപോലെ വളരെ താൻ ബുദ്ധിമുട്ടിയിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മൾ വിളിക്കുമായിരുന്നു. ഈ മകൻ ജനുവരി 11-ാം തീയതി, അതായത് ഈ 11-ാം തീയതി ഈ മകൻ കട്ടിലിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ബ്രദർ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടു ഇങ്ങനെ പറഞ്ഞു, കാലിൽ പ്രശ്നമുള്ളവരെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഒരു കാലിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. പക്ഷെ അന്നത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയിൽ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയുടെ മുട്ടുകാൽ മടക്കാൻ വയ്യാത്തൊരു സാക്ഷ്യമായിരുന്നു. സ്റ്റെപ്പുകളൊന്നും കയറാൻ പറ്റില്ല, അങ്ങനെ ഒരു സാക്ഷ്യമായിരുന്നു. ആ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മകൻ പെട്ടെന്ന് എന്തോ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു എനർജി വന്നതുപോലെ തോന്നി. തൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് എന്തോ ഇങ്ങനെ വല്ലാതൊരു ഉന്മേഷം വരുന്നത് മാതിരി തോന്നി. ഈ മകൻ അപ്പോൾ തന്നെ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. വാക്കറില്ലാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു എന്നാണ് ഈ മകൻ പറയുന്നത്. അതിനുശേഷം ഈ മകൻ പതുക്കെ തന്റെ മുട്ടുകൾ ഇങ്ങനെ മടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ വന്നത് സാധാരണ ഇങ്ങനെ തുടയിൽ പൊട്ടി സ്റ്റീൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈ ഡിസംബർ മുതൽ ഈ സമയത്തിനിടയിൽ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഈ ഹോളിലേക്ക് വരുമ്പോൾ താഴത്ത് ഒത്തിരി സ്റ്റെപ്പുകൾ കയറി ഈ മകൻ വന്നു. ഇവിടെ വരുമ്പോൾ പതുക്കെ ഒരു വടി പിടിച്ചിട്ടാണ്, ആ വടി ഇതുകൊണ്ടാണ് ഇവിടെ വന്നത്. കാരണം കല്യാണിന് അപ്പുറത്ത് നിന്നാണ് വരുന്നത്, അത്ര ദൂരം യാത്ര ചെയ്യുന്നതുകൊണ്ട്.
പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പുകൾ ആ മകൻ കയറി വന്നു. ഈ വടി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ നടന്നു വേണം ഇങ്ങോട്ട് കയറാൻ, ഇതെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ മകൻ ചെയ്തത് ആരാധനയിടയിൽ നല്ല അതേപോലെ ദൈവസന്നിധി കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ആരാധിക്കുകയായിരുന്നു. പക്ഷെ ഈ മകൻ ഈ സ്റ്റെപ്പും ആ വാക്കറില്ലാതെ വന്ന് കയറി. ദൈവം വലിയൊരു അത്ഭുതമാണ് ഈ മകന് വേണ്ടി ചെയ്തത്. ഇത്രയും പെട്ടെന്ന് നടക്കാൻ സാധിക്കത്തില്ല. പക്ഷേ കർത്താവ് ഡിസംബർ 5-ാം തീയതി ആ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ ഒരു വലിയ അന്നത്തെ പ്രാർത്ഥനയിൽ ബ്രദറിലൂടെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഈ മകൻ വിശ്വസിച്ചപ്പോൾ അവന് നടക്കുവാൻ സാധിച്ചു. ഇന്ന് വാക്കറില്ലാതെ തന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവന് സാധിക്കുന്നു. അത്രയും പെട്ടെന്ന് ഇത്രയും ദിവസത്തിനകം ഇത്രയും വേഗത്തിൽ അവൻ റിക്കവറിയായി. ഏത് കാലിലായിരുന്നു പ്രശ്നം? വലത്തെ കാല്. റൈറ്റ് സൈഡിൽ. ഇപ്പൊ അത് മടക്കാനെല്ലാം പറ്റുന്നുണ്ട്. Praise God. ആരാ സൗഖ്യമാക്കി? യേശു കർത്താവ്. ഹല്ലേലൂയ. യേശുവിനായിട്ട് ഞാൻ ജീവിക്കാൻ പോവാ. ഹല്ലേലൂയ. താൻ ഇനി യേശുവിനായിട്ട് ജീവിക്കാൻ പോവാ. കാണാം, തൻ്റെ കണ്ണുനീര് കാണാം. കണ്ണുനീരോടെ താൻ യേശുവിനെ ആരാധിക്കുകയും യേശുവിനോട് ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. രോഗസൗഖ്യത്തേക്കാൾ വലുതാണ് ഹൃദയം യേശുവിന് കൊടുക്കുന്നത്. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഈ യുവാവിനെ അനുഗ്രഹിച്ചാലും, രണ്ട് കൈകളും നീട്ടി കർത്താവെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ആരോഗ്യം, ദൈവികമായ ശക്തി തന്നിൽ ഉണ്ടാകട്ടെ. പൂർണ്ണ സൗഖ്യവും ആരോഗ്യം കർത്താവ് കൊടുത്തതിനായി നന്ദി പറയാൻ തന്നെ അനുഗ്രഹിക്കും, തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഈ യുവാവ് യേശുവിനായി മാത്രം ജീവിക്കട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. വടി വേണ്ട. ഗ്രേറ്റ്. ഇന്ന് ആദ്യമായി ചെയ്യേണ്ടത് ജീവിതം മുഴുവൻ യേശുവിനായി സമർപ്പിക്കുക. യേശു എന്ന് പറയുന്ന ഒരു മതസ്ഥാപകനല്ല. ഒത്തിരി പേർക്ക് യേശുവിനെ കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. യേശു നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ദൈവം തന്നെ മനുഷ്യരൂപമായി വന്ന ഒരു അസാമാന്യ വ്യക്തിത്വമാണ്. ഹീസ് ഫുൾ ഓഫ് ലവ്, ഹീസ് ഫുൾ ഓഫ് കമ്പാഷൻ. ആ യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ രക്ഷയും അതോടൊപ്പം മറ്റുള്ള അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത്. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവെ, എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളും പാപജീവിതവും ഉപേക്ഷിച്ച് ഞാൻ യേശുവിലേക്ക് വരുന്നു. എന്നെ രക്ഷിക്കണമേ. എൻ്റെ ഹൃദയം യേശുവിനായി ഞാൻ വിട്ടുതരുന്നു. യേശു എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും ദൈവവുമെന്ന് വായികൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. എന്നെ സ്വീകരിച്ചതിനായി നന്ദി, നിത്യജീവൻ നൽകിയതിനായി നന്ദി. ആമേൻ. തുടർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഓരോ വ്യക്തികൾക്കായി വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മഞ്ജു എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് പ്രത്യേക രീതിയിൽ വിടുവിക്കുന്നു. ഇത് ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് വിയർക്കുകയും എന്തൊക്കെയോ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തെയും മനസ്സിനെയും വ്യക്തിത്വത്തെയും പിടിച്ചിരിക്കുന്ന കിനാവളി പിടുത്തങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. ഈ സമയത്ത് മറ്റു ചില ആസ്മ രോഗികൾ സൗഖ്യമാകുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ കിഡ്നികളിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കിഡ്നിയിൽ പഴുപ്പാകാം, കിഡ്നി ഫങ്ഷൻ ചെയ്യാതെ ഡയാലിസിസ് ചെയ്യുന്നവരാകാം, കിഡ്നി സ്റ്റോണുകളാകാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോകട്ടെ. കുടലിനകത്ത് പഴുപ്പ് ബാധിച്ചിരിക്കുന്ന ചില വ്യക്തികൾ കുടൽ മുറിച്ചു കളയുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വയറിനകത്ത് സൗഖ്യം ഉണ്ടാകട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ, ഹാർട്ട് സൗഖ്യമാകട്ടെ, തലച്ചോറ് സൗഖ്യമാകട്ടെ, ആന്തരാവയവങ്ങൾ ഏതുമാകട്ടെ. ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള രോഗസൗഖ്യത്തെ സ്വീകരിക്കുക ഇൻ ജീസസ് നെയിം. ലൂയിസ് എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് വിടുവിക്കുന്നു. വയറിൻ്റെ അകത്ത് ആന്തരാവയവങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ലൂയിസ്, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം വിശ്വാസത്താൽ സ്വീകരിക്കുക. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ, ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ, വിവിധ രീതിയിലുള്ള കുഴപ്പങ്ങൾ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകളെ കോർത്തു പിടിക്കുക. അടുത്തില്ലെങ്കിൽ ഉള്ള ഇടങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളിൽ ദമ്പതികളിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തി ഇറങ്ങി അവർക്ക് പൈതങ്ങൾ ഉണ്ടാകട്ടെ. സ്പൈനൽ കോഡ് സൗഖ്യമാകട്ടെ. അതുപോലെ നട്ടലിൻ്റെ ഡിസ്കുകൾക്ക് പ്രയാസമുള്ളവർ സൗഖ്യമാകട്ടെ.
ഇടുപ്പിലിന് പ്രയാസമുള്ളവർ സൗഖ്യമാകട്ടെ. മജ്ജയിൽ പ്രയാസമുള്ളവർ, ബോൺ മാരോ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത യുവതീവാക്കന്മാർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളികളെ നൽകണമേ. പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. സ്റ്റഡി ലീവിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ അങ്ങ് പ്രത്യേകമായ രീതിയിൽ ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പരീക്ഷ സീസണിൽ പലർക്കും വന്നിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വലിയ വിടുതലുകൾ കർത്താവെ നീ കൽപ്പിക്കുന്നതിനായി നന്ദി. എല്ലാ നന്മകളാലും കർത്താവെ അങ്ങ് നിറയ്ക്കണമേ. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലുകൾക്കായി നന്ദി പറയുന്നു. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നമുക്ക് പെരുമ്പാവൂരിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ ബാംഗ്ലൂരിലാണ്. കഴിഞ്ഞ ദിവസമെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷം പ്രത്യേക രീതിയിലാണ് നമ്മുടെ ഓപ്പറേഷൻസ്. എന്ന് വെച്ചാൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ കഴിഞ്ഞ 2 വർഷങ്ങളുണ്ടായിരുന്നതുപോലെ വളരെ അടുപ്പിച്ചടുപ്പിച്ച് ഉണ്ടായിരിക്കുകയില്ല. വർഷത്തിൽ 1-2 സ്ഥലങ്ങളെ ഞങ്ങൾക്ക് വരാൻ കഴിയും. മറ്റൊത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടും യാത്രകളുള്ളത് കൊണ്ടും അതുകൊണ്ട് ഉള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ തീർച്ചയായും വന്ന് സംബന്ധിക്കണം. പെരുമ്പാവൂരിൽ വരാൻ കഴിയുന്ന എല്ലാവരും വരണം. നാളെ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ലീവ് എടുത്ത് ദൂരെയാണെങ്കിൽ പോലും വരണം. അനുഗ്രഹങ്ങളാൽ നിറയണം. നിങ്ങൾക്ക് ഇതുവരെയുള്ള അനുഭവങ്ങൾ ഞങ്ങളോട് പറയണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വചനം കേൾക്കാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും ഒക്കെ അത് മുഖാന്തരമിടയാകും. അതുപോലെ തിങ്കളാഴ്ച വളരെ 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 ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ചില എപ്പിസോഡുകൾ നമ്മൾ ആരംഭിക്കുകയാണ് അടുത്ത ആഴ്ചയിലേക്ക്. അതുകൊണ്ട് ദയവായി വരിക. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ കാണാം. ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.